ഹായ് ഹലോ, രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മുടെ മക്കളൊക്കെ പറയാ എന്ത് ചെയ്താലും അമ്മേ ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യാണ്, ബുദ്ധിമുട്ട് മാറുന്നില്ല, അതിനമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ എന്റെ മക്കളെയൊക്കെ ഞാൻ മഹാലക്ഷ്മി ആയിട്ടാട്ടോ കണക്കാക്കണ. സ്ത്രീകളൊക്കെ മഹാലക്ഷ്മി തന്നെയാണ്. അപ്പൊ അവര് വാഴുന്നിടത്ത് പണമില്ല പറഞ്ഞ അമ്മയ്ക്ക് സങ്കടല്ലേ. അപ്പൊ നിങ്ങളെ പണപ്പെട്ടിയിലെ അമ്മ ഒരു സംഭവം പറഞ്ഞു തരാട്ടോ. നമ്മളെ പണത്തിന്റെ ദേവനായിട്ട്, നമ്മളെ അധിപനായിട്ട് കണക്കാക്കുന്നത് നമ്മൾ ഹിന്ദു മത വിശ്വാസത്തിലൊക്കെ നമ്മൾ ആരെ, കുബേര ഭഗവാനെയാണ് അല്ലേ. അപ്പൊ കുബേരന്റെ സംഖ്യകളുണ്ട്, കുബേരന് അടുത്ത സംഖ്യകളുണ്ട് കേട്ടോ. അത് നമ്മളൊരു മാന്ത്രിക ചതുരാണ്. ചതുരത്തിൽ കുറച്ച് സംഖ്യകൾ നമ്മൾ എഴുതി വെക്കുകയാണ്. അത് എങ്ങനെ തിരിച്ചും മറിച്ചും കൂട്ടിയാലും 72 എന്നാണ് അതിന് നമുക്ക് കിട്ടണ ഉത്തരം. എപ്പോഴും 72ആണ് കിട്ടണ കൂട്ടുമ്പോൾ. അപ്പോ ആ ഒരു സംഖ്യ നമ്മളുടെ പണപ്പെട്ടിയിൽ എഴുതിയിടുക. അത് നമുക്ക് കടലാസിൽ എഴുതിയിടാം. പിന്നെ ഇരുമ്പിന്റെ ചെമ്പിന്റെ തകിട് നിങ്ങൾ കണ്ടിട്ടില്ലേ? കുട്ടികളുടെയൊക്കെ കഴുത്തിൽ തകിട് ഇങ്ങനെ ഓലയിൽ എഴുതി തകിട് കെട്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാലയും ലോക്കറ്റൊക്കെ ആയിട്ട് അങ്ങനത്തെ തകിടിന്റെ ഉള്ളിലാക്കി വെക്കാൻ നമുക്ക് ഇങ്ങനത്തെ സംഖ്യ എഴുതിയിട്ട് അത് എഴുതണ ഈ ചെറിയ ഓലകളുണ്ട്, ചെമ്പിന്റെ ഓലകൾ. അതിൽ നമുക്ക് തകിട് നമുക്ക് എന്തും ആവാം, ചെമ്പും ഇരുമ്പും സ്റ്റീലും സ്വർണ്ണം ഒക്കെ ആവാം. അതിൽ എഴുതുക. എന്നിട്ട് ഇതിൽ ആ എഴുതണത് അതിലല്ല, ഓലയില്. എന്നിട്ട് നമ്മൾ ഈ കൂട്ടിലാക്കിയിട്ട് അത് നമുക്ക് വാങ്ങാൻ കിട്ടും, കൂടെ നമ്മളെ പൈസക്ക് അനുസരിച്ച് വാങ്ങാൻ കിട്ടും. ആ കൂട്ടിലാക്കിയിട്ട് നമ്മളെ പണം വെക്കണ പെട്ടിയിൽ വെക്കുക. അല്ലെങ്കിൽ കഴുത്തിൽ മാലയിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ആ തകിടായി നമ്മൾ ലോക്കറ്റ് ഇട്ടാലും നമുക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ എഴുതിയ സംഖ്യയാണല്ലോ, അത് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണെന്നോ, പണം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പണം വശ്യാണത്. അപ്പൊ അതിന് നമ്മൾ ഈ പണം വശ്യം ചെയ്യണ സമയത്ത്, ഇങ്ങനെ എഴുതിയിരുന്ന സമയത്ത് നമ്മൾ കുബേരന് വേണ്ടിയിട്ട് നമ്മൾ എന്നും ജപിക്കേണ്ട, വീട്ടിലേക്ക് പണവും ഐശ്വര്യമൊക്കെ കടന്നു വരാൻ ജപിക്കേണ്ട കുറച്ച് നാമം കൂടി ഉണ്ട് കുബേരന് വേണ്ടിയിട്ട്. അതെന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ ഈ മാന്ത്രിക ചതുരം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഞാൻ സ്ക്രീനിൽ ഇത് എഴുതി കാണിക്കും ചെയ്യാം, ചെല്ലും ചെയ്യാം. അപ്പൊ ഇത് തെറ്റരുതല്ലോ. തെറ്റിച്ചെല്ലിയാൽ നമുക്ക് വിപരീത ഫലം എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ തെറ്റാതെ എഴുതി എടുത്ത് വെക്കുക. എന്നിട്ട് നല്ലോണം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ രാവിലെ അത് എങ്ങനെ വേണമെന്ന് അറിയോ, നമ്മൾ കിഴക്കോട്ടോ വടക്കോട്ടാണല്ലോ കുബേരന്റെ ദിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ അറിയുന്നില്ലേ? വടക്കോട്ടാണ്. അപ്പൊ നമുക്ക് വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ചെല്ലണതാണ് ഉത്തമം കേട്ടോ. ഇനി നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞിട്ടും ഇത് ചൊല്ലാവുന്നതാണ്. അതുപോലെ ഈ മാന്ത്രിക സംഖ്യ എഴുതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടലാസിലാണെങ്കിൽ ആരുടെയും സഹായം വേണ്ട. നമുക്ക് നല്ല ഒരു പുസ്തകത്തിന്റെ കനുള്ള ചട്ടയിൽ എഴുതിയിട്ട് നമ്മൾ പണം വെക്കണ ബാഗിലോ പേഴ്സിലോ നിങ്ങൾക്ക് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ നമ്മളെ വീട്ടിലെ അങ്ങനെ പണം വാക്കറില്ല. അപ്പൊ ഞാൻ ഈ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടോ, വിശ്വാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഏറെയൊന്നും കുറയുന്നുണ്ട് മക്കളെ. ഒന്നും ചെയ്യാതെ ഇരിക്കണേലിക്കും ഭേദമല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് പലർക്കും എന്നോട് ഇങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്, അമ്മേ ഞാനത് തീർച്ചയായിട്ടും ചെയ്യും, എനിക്കത് അനുഭവം ഉണ്ടെന്ന് കുറെ കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനുഭവമുള്ള കുട്ടികളുണ്ട്, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെ സത്യം മക്കളെ. നമുക്ക് പ്രപഞ്ചം, നമ്മൾ ഭൂമി നിലനിൽക്കുന്നത് തന്നെ സത്യമാണ്. വെള്ളത്തിലാണ് ഭൂമി, നെയ്യിന്റെ ഉരുള നമ്മൾ മോരിൽ കലക്കിയിട്ട പോലെയാണ് നമ്മളെ ഭൂമി നിൽക്കണത്. അപ്പൊ നമുക്ക് പ്രപഞ്ച ശക്തി, നല്ലൊരു ശക്തി ഉണ്ട്. എല്ലാവരും ആദ്യം വിശ്വസിക്കുക. അല്ല വെറുതെ വായെ തോന്നിയിരുന്ന് പറയരുത്. നമ്മ കുബേരനാണോ അംബാനി അതുകൊണ്ടാവും പണക്കാരനായതിനോ ഒക്കെ അമ്മയ്ക്ക് ഒരു തെറ്റൂല. നമ്മുടെ മക്കളല്ലേ, അമ്മമാരല്ലേ ക്ഷമിക്കുള്ളൂ മക്കളോട്. അമ്മയ്ക്ക് എന്തിനു ദേഷ്യം? ആരോടും ഒരു ദേഷ്യമില്ല. എന്ത് വേണേലും കുട്ടികൾ പറഞ്ഞു. പക്ഷെ എന്നാലും മക്കളെ എല്ലാവരും വിശ്വസിക്കുക. ബുദ്ധിമുട്ടുള്ളവരൊക്കെ വിശ്വസിക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് പണക്കാരനാവണ്ടേ നമുക്ക്. പണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ കുഞ്ഞുങ്ങളെ, ജീവിക്കണ്ടേ? എന്തൊക്കെ ഒരു ചെലവുണ്ട്. നേരം വിളിച്ചായോ പണം മാത്രമേ വേണ്ടൂ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ചിലവര് ലോട്ടറി എടുക്കണവരാവും, ചിലവര് ചിട്ടി കൂടിയവരാവും, ചിലവര് കുറിയാവും. അപ്പൊ എന്തെങ്കിലും ഒരു പൈസ കുടുംബശ്രീന്ന് ഒരു ലോൺ കിട്ടാണ്ടാവും ചിലവര് നടക്കണല്ലേ ഇന്നത്തെ കാലം. അപ്പൊ അതൊക്കെ നമുക്ക് പണമായിട്ട് തന്നെയല്ലേ നമ്മളെ കയ്യിലേക്ക് വരുന്നത്. കുറേശ്ശെ തിരിച്ചടവ് വേണ്ട. അപ്പൊ ഒന്നിച്ചു വരുമ്പോ നമുക്കൊരു ആദായം തന്നെയാണ് മക്കളെ കുറി കിട്ടുക. നമുക്ക് പൈസയുടെ അത്യാവശ്യം വരുന്ന സമയത്താണ് കുറിയുടെ ഒക്കെ ഗുണം നമ്മൾ മനസ്സിലാക്കണം അല്ലേ, ചിട്ടിയുടെ ഒക്കെ ഗുണം. അപ്പൊ നമുക്ക് ഒന്നിച്ച് കിട്ടണ്ടേ. അപ്പൊ നിങ്ങളെ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പറയണത്, നിങ്ങള് ദിവസം രാവിലെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ ചെല്ലാൻ സാധിക്കുക അത്ര പ്രാവശ്യം ചെല്ലാം. 4 പ്രാവശ്യം സാധിക്കുമോ, 3 പ്രാവശ്യം സാധിക്കുമോ, 108 പ്രാവശ്യം സാധിക്കുമോ, ചെല്ലിയോണ്ട് ഒരു അപകടവും ഇല്ല. നമ്മളെ വീട്ടില് ധനാകർഷണത്തിനുള്ളതാണ് ഈ അമ്മ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ അമ്മ അത് പറഞ്ഞു തരട്ടെ ആദ്യം. അതിന് നമ്മൾ ചൊല്ലേണ്ടത് എന്താണെന്നറിയോ? അമ്മ സ്ക്രീനിൽ എഴുതി കാണിക്കും ചെയ്യാട്ടോ മക്കളെ. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധി മേ ദേഹിത പയ സ്വാഹ. അർത്ഥം എന്താണെന്നറിയോ ഇതിന്റെ നിങ്ങൾക്ക്? യക്ഷരാജാവായ കുബേര,
വൈശ്രവണായ ധനധാന്യങ്ങളുടെ അധിപതി എനിക്ക് ധനധാന്യ സമൃദ്ധി നൽകിയാലും എള്ളൂ കേട്ടോ ഇതിനർത്ഥം. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ട് ചെല്ലുക. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ കുബേരന്റെ ഒരു ഇതുണ്ടാക്കുക വെച്ചാൽ മാന്ത്രിക ചതുരം ഉണ്ടാക്കുക. ചതുരം ഉണ്ടാക്കി വെക്കുക വേണ്ടോ? അതിനൊന്നുമില്ല മക്കളെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ മക്കളെ, ഈ ചതുരത്തിലെ ഏതൊരു വരിയിലെ സംഖ്യ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് 72 എന്നുള്ളതാണ്. അപ്പൊ ധനത്തിന്റെ ദേവനായ കുബേരനുമായി ബന്ധപ്പെട്ട ഒരു മാന്ത്രിക ചതുരാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചതുരം ഉണ്ടാക്കുക ആദ്യം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, തകിടില് വേണമെങ്കിൽ ചെമ്പ് തകിടിലോ പേപ്പറിലോ എങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ വരച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പണപ്പെട്ടിയിലോ പൂജാമുറിയിലോ സൂക്ഷിക്കുക. അപ്പൊ ഇത് എങ്ങനെ വെച്ചാലേ നമ്മള് വ്യാഴാഴ്ച വെള്ളിയാഴ്ച പൗർണമി ദിവസങ്ങളിലൊക്കെ വേണം കേട്ടോ ഇതിങ്ങനെ എഴുതി വെക്കാൻ. പിന്നെ നമുക്ക് കുബേരനെ പൂജിക്കുമ്പോൾ മഞ്ഞ പൂക്കള് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അതുപോലെ നെയ്വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ധ്യാനിക്കുക. അപ്പൊ നമ്മൾ ജപമാലയ്ക്ക് ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ 108 തവണയാണ് അതിന് ഏറ്റവും ഫലം കിട്ടുക. അപ്പൊ അത് നമ്മൾ 108 തവണ നിങ്ങൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുക, കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് 41 ദിവസം, പക്ഷെ ഇങ്ങനെ ഉറക്കൊന്നും ചെല്ലണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോട് കൂടി കുളിച്ചിട്ട് ശാന്തമായിട്ട് ഒരു ഒടുത്തിയിൽ ഇരുന്നിട്ട് 108 തവണ ശബ്ദം താഴ്ത്തിയിട്ട് ഇത് നമ്മള് കുബേരന്റെ ഞാൻ പറഞ്ഞില്ലേ ചൊല്ലാനുള്ളത്, അത് ചൊല്ലും ചെയ്യുക, ഇത് എഴുതി വെക്കുകയും ചെയ്യുക. അപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, ധനത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ലോങ് വീഡിയോ അല്ലേ, തോനെ പോയി തോന്നുന്നു മക്കളെ, കുറെ നേരമായി പറയലടങ്ങിട്ട്. അമ്മ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട്. ഇനി എന്തെങ്കിലും സംശയമുള്ള ഒരു കമന്റ് ബോക്സിൽ വന്നിട്ട് അമ്മോട് ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. അമ്മ ഉത്തരം തരണതായിരിക്കും, എല്ലാവർക്കും അമ്മ ഉത്തരം തരും. അപ്പോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഇത് ലേക്ക് ചെയ്ത് എത്തിക്കണം. കാരണം മക്കളെ, നമുക്കുള്ളൊരു അറിവ് എല്ലാവരിലേക്കും എത്തല്ലേ വേണ്ടത്. എല്ലാവരും ധനവാന്മാരാവട്ടെ ഭൂമിയിലെ. മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല, ജനിച്ചു വരുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. പക്ഷെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ പൈസ വേണ്ടേ. അപ്പൊ നമ്മുടെ എല്ലാ മഹാലക്ഷ്മി കുട്ടികൾക്കും ബൈ.